എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറക്കരുത്. ദൈവം ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെയും മറക്കരുത്. നാം എപ്പോഴും നാം കടന്നു വന്ന വഴികളെ ഓർക്കണം. ദൈവം നമ്മെ കൊണ്ടുവന്ന പാതകൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ കരുതലുകളൊക്കെ ഇന്ന് പകൽ നാം ഓർക്കണം. ദൈവത്ര നല്ലവനാണ്, ദൈവത്ര വിശ്വസ്തനാണ്. അവൻ നിൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തൊരു വലിയ പ്രവൃത്തിയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമ്പോൾ നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്. ആ മരണം എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ചാൽ അത് കാൽവറിയിൽ യേശു മരിച്ച പോലെ ആയിരിക്കും. അതേ, അത്ര വലിയ ശിക്ഷയായിരുന്നു നമ്മെ കാത്തിരുന്നത്. എന്നാൽ പ്രിയരെ, നമ്മുടെ കർത്താവ് നമ്മുടെ പാപത്തെ ചുമന്നു, നമ്മുടെ മരണത്തെ ഏറ്റുവാങ്ങി. മനസ്സോടെയാണ് കർത്താവ് അത് ചെയ്തത്. നമുക്കൊരിക്കലും അത് മറക്കുവാൻ കഴിയുകയില്ല. അവൻ അകൃത്യമൊക്കെ മോചിക്കുന്നു. പാപമോചനം നൽകുന്ന ദൈവം, നിത്യജീവൻ നൽകുന്ന ദൈവം ഇന്നലകളിൽ നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഇന്ന് പകൽ ഓർക്കാം. അവൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. നമുക്ക് പറയാൻ സാക്ഷ്യമുണ്ട്. ഇന്നലകളിൽ ദൈവം നമ്മെ വിടുവിച്ചിട്ടുണ്ട്, സൗഖ്യമാക്കിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഒത്തിരി നെടുമ്പാട് വീണ് കരഞ്ഞ രാത്രികളുണ്ട്. ദൈവമല്ലാതെ മറ്റാർക്കും നമ്മെ സഹായിപ്പാൻ കഴിയില്ലെന്നറിഞ്ഞ് ഒത്തിരി നിലവിളിക്കുകയും യാചിക്കുകയും ചെയ്ത രാത്രികൾ പിന്നാമ്പുറങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സമയത്തെല്ലാം നമ്മുടെ അരികത്ത് ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ സൗഖ്യമാക്കുകയും നമ്മെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്ത ആ ദൈവസ്നേഹത്തെ മറക്കരുത്. കാൽവറി ദർശനം മറക്കരുത്. ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ ഇതുവരെയും ദൈവം ചെയ്ത കരുതലുകളും ദൈവത്തിൻ്റെ സംരക്ഷണവും കഷ്ടകാലത്ത് കൂടെ ഇരുന്നതും സൗഖ്യമാക്കിയതും മറക്കരുത്. അതെ, നമുക്ക് നന്ദി പറയാം, ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവം നമ്മെ വീണ്ടും നടത്തുന്ന ദൈവമാണ്. നിത്യതയോളം നമ്മെ ചുമക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവം. ഇനിയും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇനിയും നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നന്ദിയുള്ളവരായി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങാം. ഇളകാത്ത രാജ്യമാണ് നാം പ്രാപിക്കാൻ പോകുന്നത്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. ദൈവത്തിൻ്റെ കരുതൽ ഭയങ്കരമാണ്. അതിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സേവിക്കാം, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.